meant by report? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആക്ഷൻ പ്ലാനിനെ ഒരു റിട്ടേൺ ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെ നമുക്ക് റിപ്പോർട്ട് എന്ന് പറയാം. സോ എ പ്രൊജക്ട് റിപ്പോർട്ട് വിൽ ബി ഓൾവേസ് എ ഓൺട്രപ്രീനേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരു ഓൺട്രപ്രീനറിൻ്റെ ആക്ഷൻ പ്ലാനിനെ ഒരു റിട്ടേൺ ഫോമിലാക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ പ്രൊജക്ട് റിപ്പോർട്ട്. സോ ആഫ്റ്റർ സെലക്ടിങ് എ പ്രൊജക്ട് ദ entrepreneur should prepare a report and this contain all the information regarding the project. പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ അതിനകത്തുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും പിന്നെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ആ ഒരു entrepreneur ചെയ്തു വരുന്നത്. So it act as a guide for the management and also it explain what are the benefits and what are the problems of such a production. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, എല്ലാം കാണിച്ചു തരുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ് പോലെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട്. സോ project report can be a statement which contains a plan of action which is to be materialized in the future for a entrepreneur. ഓൺട്രപ്രണറിന് വേണ്ടിയിട്ട് എന്താ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഭാവിയിൽ അയാൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇറ്റ് ആക്ട് ആസ് ഓൾവേസ് എ ഗൈഡ് ടു ദി ഓൺട്രപ്രണർ വിച്ച് ഡിഫൈൻസ് ഓൾ ദി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രോജക്റ്റ്. സോ ഇനി ഇത് ഒരു ഓൺട്രപ്രണറിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? He comes to know how much money he want to invest, how much labor he want to invest, or what are the raw materials required, from where he can collect this raw materials. ഇങ്ങനെയുള്ള എല്ലാ ഐഡിയാസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ പ്രൊജക്ട് റിപ്പോർട്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന്. സോ it gives or it highlights what are the practicability of this economy, finance, technology and social desirability. ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുക. അപ്പോൾ എനിക്ക് എത്രത്തോളം എക്കണോമിക് മീൻസ് ഫിനാൻസ് എത്രത്തോളം വേണം, എൻ്റെ എക്കോണമി എത്രത്തോളം സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ടെക്നോളജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്താണ്? ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്ന ഒരു റിപ്പോർട്ട്, ഒരു ഡോക്യുമെൻ്റ് ആണ് ഓൾവേസ് ദിസ് പ്രൊജക്ട് report. So for an entrepreneur how it is important, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ഫണ്ട് തരണം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NBFC. സോ ദേ വോണ്ട് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാണ്. അതുപോലെ തന്നെ നമ്മൾക്കും കുറേ ഐഡിയ കിട്ടുന്നുണ്ട്. ആസ് എൻ ഓൺട്രപ്രണർ വി ആർ ഓൾസോ ഗെറ്റിംഗ് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രൊജക്ട് ത്രൂ ദിസ് പ്രൊജക്ട് റിപ്പോർട്ട്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ടു ആൻ ഓൺട്രപ്രണർ ബൈ പ്രിപ്പയറിംഗ് എ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് അസസ് ദ ഡിമാൻഡ് ഓഫ് ദി പ്രപ്പോസ് പ്രൊജക്ട് ടു ബി പ്രൊഡ്യൂസ്ഡ്. ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോർ ദി ഓൺട്രപ്രണർ. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഓപ്പറേഷണൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ, ഇനീഷ്യൽ പേയ്മെൻറ്റ്, ഇനീഷ്യലായിട്ട് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ ഡെയിലി അല്ലെങ്കിൽ ഒരു ഇയർലി നമ്മൾ എത്രത്തോളം ചിലവ്, അതിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി എത്രത്തോളം കോസ്റ്റ് ഈടാവുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ദിസ് റിപ്പോർട്ട്. Then it also helps to estimate the expected profitability of the investment. ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ഹൗ ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കുറേ റിസ്ക്കുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സിമെൻറ്റിൻ്റെ അതിന് കോൺട്രാക്റ്റ് വേണം, അതിനകത്ത് കള്ളത്തരങ്ങളൊന്നും പാടില്ല, നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം വളരെ രീതിയിലുള്ള റിസ്ക് ഉണ്ട്, ഫിനാൻസ് റിസ്ക്കും എക്കണോമി റിസ്ക്കും ഒക്കെ വരും. അപ്പം അതെല്ലാം എങ്ങനെ മിനിമൈസ് ചെയ്യും? അതുപോലെ ഇറ്റ് എനേബിൾസ് ഹിം ടു ടേക്ക് എ ഫൈനൽ ഡിസിഷൻ ഓൺ വെദർ ടു പ്രൊസീഡ് വിത്ത് ദ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്. ചില കണ്ടീഷനിൽ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഫിനാൻസിനുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല ഇത് എന്ന് മനസ്സിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവന്ന പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനും ദിസ് റിപ്പോർട്ട് ഹെൽപ്സ് us. And it also serves as a main instrument in convincing the investors. അതുപോലെ വേറൊന്നാണ്, ഇപ്പം നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആസ് എൻ ഓൺട്രപ്രണർ ഇഫ് ഐ don't have enough money, what I will do, I will check for some of the ഇൻവെസ്റ്റേഴ്സിന് തേടിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടത്തുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് എനിക്ക് കേൾക്കണം, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷനാണ്, അതിൽ നിന്ന് ഞാൻ ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭാവിയിൽ ഇത്രത്തോളം അതിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടും എന്ന രീതിയിലായിരിക്കും ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യും. സോ ദിസ് ഐ വിൽ പ്രസൻറ്റ് ടു എ
investor to make him interested to invest in my project. എൻ്റെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ ആ റിപ്പോർട്ടായിരിക്കും. ദെൻ ഇറ്റ് serve as a guide to the management and also explains the merit and demerit in allocating resources to production of specific goods and services. അതുപോലെ ഒരു മാനേജ്മെൻറ്റിന് ഒരു ഗൈഡാണ്. ഞാനൊരു ഓൺടർപ്രണർ ആയിരിക്കാം, ആ ഓർഗനൈസേഷനിൽ എന്നെപ്പോലെ പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു കൺസ്ട്രക്ഷനൊക്കെയാണ്, ഞാനൊരു ഫ്ലാറ്റിൻ്റെ കോൺട്രാക്ട് റേറ്റ് എടുത്തിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പം ഞാനൊരു ഓൺടർപ്രണറാണ്. സോ ദാറ്റ് കമ്പനി ഓർ ദിസ് മാനേജ്മെൻറ്റ് വിൽ ബി ഹാവിങ് സെവറൽ സച്ച് കോൺട്രാക്ടേഴ്സ്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ നമ്മുടെ മാനേജ്മെൻറ്റിനും വേണം. only then they will approve our project. So for that also we want such a report. Then it analyzes the extent of opportunity, എത്രത്തോളം opportunity ഉണ്ട്, and it also helps the entrepreneur to understand what are the technical, commercial, financial and economic parameters that should be considered while carrying out this project. And also it enables him to compare different investment proposal and select the most suitable project. ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ തന്നെയാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള രീതികളുണ്ടാവും. ഏത് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്, മോഡേൺ മെഷീൻസ് ആണോ ഓൾഡ് മെഷീൻസ് ആണോ, അങ്ങനെ പലതുണ്ടാവും. അപ്പോൾ ഇതിലെല്ലാത്തിനെയും ഞാൻ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഏതാണോ എനിക്ക് ഏറ്റവും ഫീസിബിൾ, വിച്ച് വിൽ ബി മോർ profitable and more beneficial, that will be selected. So for this also we want to compare several project reports. പല പ്രൊജക്റ്റുകളുടെയും പല റിപ്പോർട്ട്സ് റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ബെസ്റ്റ് ഡിസിഷൻ എത്തുന്നത്. ഫോർ ഓൾ ദീസ് ആക്ടിവിറ്റീസ് വി വോണ്ട് ടു ഹാവ് ആൻ ഓൺടർപ്രണർ നീഡ് ടു ഹാവ് എ പ്രൊജക്ട് റിപ്പോർട്ട്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് ടു എ ഓൺടർപ്രണർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് what is its importance to a bank and financial institution. ഇതുപോലെ ബാങ്ക്സിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഗുണം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ട്. ഹൗ ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ? ഫസ്റ്റ്, ടു അവോയ്ഡ് ദ വേസ്റ്റ് ഓഫ് സ്കേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഓഫ് ദി നേഷൻ. ഒരു ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത്? അവിടെ കിട്ടിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഡെപ്പോസിറ്റ്സ് ആയിട്ടും നമ്മൾ ഓരോരുത്തരായി ഡെപ്പോസിറ്റ് ചെയ്ത പൈസയൊക്കെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ഡെപ്പോസിറ്റ്. സോ ദേ വിൽ ലെൻഡ് ദിസ് ടു ദ ഓൺടർപ്രണേഴ്സ് ഹൂ ഈസ് ഇൻ നീഡ് ഓഫ് ദിസ് മണി. അല്ലേ, ഓൺടർപ്രണറിന് ലോൺ എന്ന രീതിയിൽ പൈസ കൊടുക്കുന്ന ആരാ? ബാങ്ക്സ് ആണ്. സോ to check if that amount is allocated in the right place, we want to have a project report. കറക്റ്റ് സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് മോശമില്ലല്ലോ എന്നത്, അല്ലെങ്കിൽ വേസ്റ്റ് അല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് we want to have this project report, and based on the project report only the bank will issue the loan. Then to prevent the misuse of funds by false entrepreneurs. ചില entrepreneurs ഉണ്ടാവാം, false entrepreneurs ആയിരിക്കാം. They won't do any kind of business, but they will just submit something and get money. അവർ ചുമ്മാ ലോൺ എടുക്കുകയായിരിക്കും. ദേ വേ ബി യൂസിങ് ഇറ്റ് ഫോർ ദർ പേഴ്സണൽ നീഡ്സ്. അവരുടെ പേഴ്സണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഷുവർ ഓർ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ മിസ്യൂസ് ഓഫ് ഫണ്ട്സ്. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ടു എ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. തേർഡ് ഇസ് ടു പ്രിവെൻറ്റ് ദ എമർജൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സിക്ക് യൂണിറ്റ്സ്. ദാറ്റ് ഈസ് സിക്ക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ യൂണിറ്റുകളായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റുകളാണ് സിക്ക് യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ അവിടെയുള്ള ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് ബി ഹാവിങ് ഇനഫ് മണി ടു സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ്. സോ ടു ഹെൽപ്പ് സച്ച് ഓൺടർപ്രണേഴ്സ് ടു reach or to start such a business, these banks can help through this project report. Then to take a wise decision on the application of the entrepreneur for financial assistance and other support. ഒരു നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ടു ടേക്ക് എ ഡിസിഷൻ റിഗാർഡിംഗ് ദ എക്സ്റ്റെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഹെൽപ്പ്. എത്രത്തോളം ഫിനാൻഷ്യൽ ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ വി വോണ്ട് ഹാവ് ദിസ് റിപ്പോർട്ട്. ഏത് സമയത്താണ് നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് ലോൺ പ്രൊവൈഡ് ചെയ്യണം, ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ഒരു ബ്രിഡ്ജ് ലോൺ കൊടുക്കണോ, അതുപോലെ ബ്രിഡ്ജ് ലോൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അപ്പോഴത്തെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ലോൺസ് ആണ്. അപ്പോൾ ബ്രിഡ്ജ് ലോൺ കൊടുക്കണം, അതോ ടോട്ടൽ എമൗണ്ട് ആയിട്ടാണ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് ആ പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷനിൽ കൊടുക്കണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് വേണം. അതേപോലെ ടു അസർട്ടൻ ദ പോസിബിലിറ്റി ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ദ പ്രൊജക്റ്റ് ഇറ്റ്സെൽഫ്. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്? ഭാവിയിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം. അപ്പോൾ അത് ഏത് സമയത്താണ് ജനറേറ്റഡ് ആവുന്നത് എന്നതൊക്കെ ബാങ്ക്സിന് അറിയണം. എന്നാലല്ലേ ആ പൈസ തിരിച്ച് വാങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുത്ത പൈസ ലോണായി കൊടുത്തത് തിരിച്ച് ബാങ്കിന് വേണം. സോ ടു നോ വെൻ ദിസ് വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് ഫോർ ദി ഓർഗനൈസേഷൻ, അത് അറിയാൻ വേണ്ടിയിട്ടും വി വോണ്ട് ദിസ് പ്രൊജക്ട് റിപ്പോർട്ട്. ആൻഡ് ഓൾസോ ടു ഡ്രോ എ കൺക്ലൂഷൻ ഓൺ ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് ദ ഫണ്ട്സ്. ഇത് ഫണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ജനറേറ്റ് ചെയ്താൽ അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി, ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ ആ ഒരു പ്രൊജക്റ്റിന് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പ്രൊജക്റ്റ്
റിപ്പോർട്ട് വേണം. ഇപ്പം നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് തരികയാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഇല്ലാത്ത പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലാത്തതിന് എഗെയിൻസ്റ്റ് നമുക്ക് എക്സ്ട്രാ പൈസ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് കാർഡ്സ് തരുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാവർക്കും തരത്തില്ല. ഓൺലി ദ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് ക്രെഡിറ്റ് വർത്തിനെസ്, അയാൾക്ക് ആ പൈസ തിരിച്ചടയ്ക്കാം, കൊടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാം എന്ന് വിശ്വാസം വന്നാൽ മാത്രമായിരിക്കും ബാങ്ക്സ് ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഒരാളുടെ ക്രെഡിറ്റ് വർത്തിനെസ്സാണ് നോക്കുന്ന ആ സമയത്ത്. അതേപോലെ തന്നെയാണ് ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഫണ്ട് കൊടുക്കുന്നു ബാങ്ക്സ് കൊടുക്കുമ്പോൾ നോക്കും ഈ ബാങ്കിന് ഈ പൈസ തിരിച്ചു തരാനുള്ള, ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത ആൾക്ക് ഇത് തിരിച്ചു തരാനുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റിന് തിരിച്ചു തരാനുള്ള പൈസ അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി പ്രൊജക്റ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. സോ ഓൾവേസ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് for both the entrepreneurs as well as the financial institutions. Okay. So next one is, what is the scope of the project report? Project report in the scope endana, allengi what is the importance of the project report? First one is the economic aspects. Economic aspect il idile endana importance varunne. So this project report provides the justification of an investment proposal. That is, a project should be capable of making an analysis regarding the market condition. Market condition എന്താണ് എന്നതും പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഹൈലൈറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് അല്ലേ. എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന്, ഓ വാട്ട് ഇസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ്, വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദി എക്സ്പെക്റ്റഡ് മാർക്കറ്റ്, വാട്ട് ഇസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ മാർക്കറ്റ്, വാട്ട് ഇസ് ദ ഷെയർ ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതാണ് എക്കണോമിക് വയബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ എക്കണോമിക് ആസ്പെക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്ന സ്കോപ്പ്. Second one is the technical aspects. Technical aspects എന്ന് പറയുമ്പോൾ എന്താ, the data regarding what are the machineries used, what are the equipments used, and what are the funds of or what are the sources of the supply. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ് കിട്ടുന്നത്, അല്ലെങ്കിൽ മെഷീനറി കിട്ടുന്നത്, എക്യുപ്മെൻറ്റ് കിട്ടുന്നത്, അങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. അപ്പം പ്രൊജക്ട് റിപ്പോർട്ടിൽ എക്കണോമിക് ആസ്പെക്ട്സ് കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് കവർ ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. That is, what are the sources of fund? നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത്? ഇഫ് ഇറ്റ് ഇസ് ഫ്രം ദ ഓർഗനൈസേഷൻസ് ലൈക്ക് ബാങ്ക്സ് ഓർ എനി അതർ NBFCs, ഓർ ഇഫ് ഇറ്റ് ഇസ് ഫ്രം ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എവിടെ നിന്നാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട് ദാറ്റ്, ആൻഡ് ഇഫ് ഹൗ ഇറ്റ് ഇസ് മൊബിലൈസ്, അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് എവിടെ നിന്നൊക്കെ നമ്മൾ മൊബിലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ കവർ ചെയ്യുന്നത്. ദെൻ പ്രൊഡക്ഷൻ ആസ്പെക്ട്സ്. വാട്ട് ആർ ദ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആർ സെലക്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ? എന്തൊക്കെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റിലൂടെ, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്പെസിഫിക് റീസൺസ് ഫോർ ദി സെലക്ഷൻ, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മളിപ്പോൾ ഒരു മെട്രോ പ്രൊജക്റ്റായിരുന്നു, മെട്രോ ട്രെയിൻസ് ഒരു പ്രൊജക്റ്റാണ്. സോ വൈ ദിസ് മെട്രോ വാസ് ഓപ്റ്റഡ്? ബിക്കോസ് ഓഫ് ദി ട്രാഫിക് കണ്ടീഷൻസ് ഭയങ്കര വേഴ്സ് ആയപ്പോഴാണ് മെട്രോ കൊണ്ടുവന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുന്നത് എന്തെല്ലാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തത്, എന്തൊക്കെ ക്വാളിറ്റിയാണ്, വാട്ട് ഇസ് ദ ഡിസൈൻ, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ദാറ്റ് വി ഹാവ് സെലക്റ്റഡ്. സോ that is covered in the production aspects. Then managerial aspects we will consider who are the top officials. ഇപ്പം മെട്രോയുടെ ആണെങ്കിൽ ആരാണ്? ശ്രീധരൻ നായരായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് നിന്നിരുന്നത്. സോ ഹി വിൽ ബി ദ ടോപ്പ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആരാണ്. ദെൻ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് വാട്ട് ആർ ദ എക്സ്പീരിയൻസ്. ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന ആൾക്ക് ഇതിന് മുമ്പ് ഇതുപോലുള്ള പ്രൊജക്റ്റ് ചെയ്ത് പരിചയമുണ്ടോ? ദാറ്റ് വി വിൽ സീ. ആൻഡ് if the project is managed by a single person, ഒരാളാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ if he is qualified and what is his qualifications, everything should be mentioned in this report. That covers the managerial aspects. Then marketing aspects. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഇനി വിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. So how we will market that product to the society so that we can recover something. So what will be the distribution channels we use? Everything will be the scope of what പ്രൊജക്റ്റ് റിപ്പോർട്ട്സ്. അപ്പോൾ സ്കോപ്പ് ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ദിസ് എക്കണോമിക് ആസ്പെക്ട്സ്, ദെൻ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, പ്രൊഡക്ഷൻ ആസ്പെക്ട്സ്, മാനേജറൽ ആസ്പെക്ട്സ്, ആൻഡ് ഫൈനലി ദ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദി കണ്ടൻറ്റ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്. സോ വി ഓൾ നോ ദാറ്റ് സം ജനറൽ ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് അല്ലേ. ആ പ്രൊജക്റ്റ് എന്താണ്, എവിടെ വെച്ചാണ്, സൈറ്റ് ചെയ്താണ്, അങ്ങനെയുള്ള ജനറൽ ഇൻഫർമേഷൻസ് വേണം. പിന്നെ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ വേണം, പ്രൊജക്റ്റ്
the market potential, the capital cost, the source of finance, നമ്മൾ എവിടെ നിന്നൊക്കെയാണോ ഫിനാൻസ് കളക്ട് ചെയ്യുന്നത്, what are the major sources, then the working capital requirement, assessment of the working capital requirement, other financial aspects, the economic and social variables, etc. Then project implementation and the simplicity. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് ആയിട്ട് പറയുന്നത്. ഓൾമോസ്റ്റ് 9 characteristics or 9 requirements are there. The general information, project description, market potential, capital cost and the source of capital, assessment of the working capital requirement, other financial aspects, economic and social variables, then the project implementation and the simplicity. Okay, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് കംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ പറ്റാം. So the first one is the general information. What is the general information that is required for a project? So ഫസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ നമുക്ക് എന്തൊക്കെ വേണം? ദ ബയോഡേറ്റ ഓഫ് ദ പ്രൊമോട്ടർ. ഇപ്പോൾ ഒരു ഓൺടർപ്രണർ ആയിരിക്കും ആ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. സോ വാട്ട് ഈസ് ദ ബയോഡേറ്റ ഓഫ് ദാറ്റ് ഓൺടർപ്രണർ? വാട്ട് ഇസ് ഹിസ് നെയിം, വാട്ട് ഇസ് അഡ്രസ്, ദെൻ ഹിസ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് അതർ കേപ്പബിലിറ്റീസ്. അതാണ് ഒരു റിക്വയർമെൻറ്റ് ഇൻ ദ ജനറൽ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ദ ഇൻഡസ്ട്രി പ്രൊഫൈൽ. ദാറ്റ് ഈസ് ആ ഒരു ഇൻഡസ്ട്രി, ആ ഒരു ആൾ ചെയ്യുന്ന ബിസിനസ് എന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയലിനനുസരിച്ച് എന്ത് ഇൻഡസ്ട്രിയാണെന്നറിയാം. ഇപ്പോൾ ഒരാളൊരു ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മലബാർ സിമെൻറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ സിമെൻറ്റ് ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ അതുപോലെ ഏത് ഇൻഡസ്ട്രിയാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ വാട്ട് ഈസ് എ പാസ്റ്റ് പെർഫോമൻസ് ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ്. പണ്ടത്തെ പെർഫോമൻസ് എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയിൽ, ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താ, ദാറ്റ് വി വോണ്ട് ടു നോ. Then the constitution and the organization. What is the constitution of that enterprise? Enterpriseile ആൾക്കാരൊക്കെ ആരാ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താ ഇത്. Then the project details. പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദ പ്രൊഡക്റ്റ്, വാട്ട് ഇസ് ദ ഡിസൈൻ ഓഫ് ദ പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇതൊക്കെയാണ് ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് വേണ്ടത് ആ പ്രൊഡക്റ്റിനെ പറ്റി. ബയോഡേറ്റ ഓഫ് ദ പ്രൊമോട്ടർ, ഇൻഡസ്ട്രി പ്രൊഫൈൽ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദി പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് വേണം. Second, the project description. About the project we want to know. So, what is the site? Our project എവിടെയാണ് ചെയ്യുന്നത്. So, what is the location of the enterprise should be stated. Then the physical infrastructure, that is the source supply of raw materials, the availability of labor. ഇവിടെ നിന്ന് നമുക്ക് ലേബറിന് കിട്ടും, raw materials കിട്ടും, ആ ഇൻഫർമേഷൻ. Then the utilities. Utilities related to the power, fuel അല്ലെങ്കിൽ water. ഒരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ അവിടെ എല്ലാ രീതിയിലുള്ള റിസോഴ്സ് വേണം, ഇലക്ട്രിസിറ്റി വേണം. സോ power is required, then fuel is required, then water is required. So what is the requirement and what is the availability? Then the communication system. ആ ഒരു ഏരിയയിൽ, ആ ഒരു എൻ്റർപ്രൈസിലെ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ വഴിയാണ്? ടെലഫോൺ ഉണ്ടോ, ഫാക്സ് ഉണ്ടോ, നോട്ട് ടാക്സ്, ഫാക്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എന്താണ്, ദാറ്റ് വി വോണ്ട് ടു നോ. ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു ദ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ജനറൽ ഇൻഫർമേഷൻ വേണം, ദെൻ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ വേണം, ദെൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഏതൊക്കെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, റോഡ് വേസ് ആണോ, എയർവേസ് ആണോ, അത് വാട്ടർ വേസ് ആണോ, ഏത് വേസ് ആണ് യൂസ് ചെയ്യുന്നത്, ഹൗ മച്ച് ഡിസ്റ്റൻസ് വി വോണ്ട് ടു കവർ ടു റീച്ച് ദ മെയിൻ മാർക്കറ്റ്, ദെൻ വാട്ട് ആർ ദ ബോട്ടിൽ നെക്സ് ദാറ്റ് വി വിൽ ഫേസ് ഇൻ ദി ട്രാൻസ്പോർട്ടേഷൻ. ബോട്ടിൽ നെക്സ് എവിടെയൊക്കെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ബേർഡൻസ് ഫേസ് ചെയ്യാൻ പോവുക, ഹേർഡിൽസ് ഫേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ദ മെഷീനറി ആൻഡ് ദ എക്യുപ്മെൻറ്റ്. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള മെഷീനറി എവിടെ എന്തൊക്കെയാണ്, എക്യുപ്മെൻറ്റ് എന്തൊക്കെയാണ് നമുക്കുള്ളത്, വാട്ട് ഇസ് എ കംപ്ലീറ്റ് ലിസ്റ്റ്. ദെൻ വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദാറ്റ് എക്യുപ്മെൻറ്റ്, വാട്ട് ഇസ് എ കോസ്റ്റ്, വാട്ട് ഇസ് എ ടൈപ്പ്, വാട്ട് ഇസ് എ സോഴ്സ് ഓഫ് സപ്ലൈ. ഒരു മെഷീൻ റൺ ചെയ്യാൻ വേണ്ടി സപ്ലൈ വേണം, ചിലപ്പോൾ കറണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഫ്യൂവലിൽ റൺ ചെയ്യുന്നതായിരിക്കും, പെട്രോൾ ഡീസലിൽ. അപ്പോൾ ഇത് ഏത് സോഴ്സ് ഓഫ് സപ്ലൈ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ദെൻ അതർ കോമൺ ഫെസിലിറ്റീസ് ലൈക്ക് ദ ഇലക്ട്രിക്കൽ റിപ്പയർ ഷോപ്പ്. ഇപ്പോൾ ഒരു മെഷീൻ ആണെങ്കിൽ അത് ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിന് റിപ്പയർ ഷോപ്സ് വേണം. സോ വാട്ട് ഇസ് അതർ ഫെസിലിറ്റീസ് ലൈക്ക് വെൽഡിംഗ് ഷോപ്പ്, ഇലക്ട്രിക്കൽ റിപ്പയർ ഷോപ്പ്, മെഷീൻ ഷോപ്പ്, റോ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലങ്ങൾ, റിപ്പയറിംഗ് പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങൾ. സോ ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു ദ പ്രൊജക്ട് ഫെസിലിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജനറൽ ഇൻഫർമേഷൻ വേണം, ദെൻ സെക്കൻഡ് പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ ഇസ് റിക്വയർഡ്, ദെൻ third is project description, the third requirement is the market പൊട്ടൻഷ്യൽ. മൂന്നാമത്തെ റിക്വയർമെൻ്റ് ആണ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നത്. മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്തോ ആ മാർക്കറ്റിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രൊജക്റ്റിലൂടെ വരാൻ പോകുന്ന ആ ഒരു എൻ്റർപ്രൈസിൽ നിന്ന് വരുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഉള്ള ഡിമാൻഡ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പൊസിഷൻ. ഇഫ് there is demand regarding to our product and what is our supply position, നമുക്ക് ample supply ഉണ്ടോ, or if we are having only less supply, that we want to know. And if we want to produce it, when we want to produce it, what is the gap to be filled by the proposed unit, all should be mentioned in the market potential. Then what will be the expected price of the product should to be realized
ഷുഡ് ബി മെൻഷൻ ഇൻ ദ പ്രൊജക്ട്. എത്രത്തോളം പ്രൈസാണോ ആ പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യാൻ പോണേ ആ പ്രൈസ് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു സെൽ ദാറ്റ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെയാണ് വിൽക്കാൻ പോകുന്നത് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ മെൻഷൻഡ് ആയിരിക്കണം. ദെൻ ആഫ്റ്റർ സെയിൽ സർവീസ്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് തീരുന്നില്ല അല്ലേ. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യൂ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രൊഡക്റ്റ് സെൽ ചെയ്തോടെ നിൽക്കുന്നില്ല. വി വോണ്ട് ടു ഡൂ ദ ആഫ്റ്റർ സെയിൽ ആക്ടിവിറ്റീസ്. ആഫ്റ്റർ സെയിൽ എന്ന് പറയുമ്പോൾ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാം ആഫ്റ്റർ സെയിൽ സർവീസിൽ വരുന്നുണ്ട്. സോ ദീസ് ആർ ടു ബി പ്രപ്പോസ്ഡ്. ദെൻ ദ സീസണൽ ഫാക്ടേഴ്സ്, ചിലപ്പോൾ ചില ഗുഡ്സിനെല്ലാം സീസണൽ ആയിരിക്കാം. സീസണൽ മീൻസ് വി ജസ്റ്റ് വോണ്ട് ടു പ്രൊഡ്യൂസ് ഇൻ ഡ്യൂറിങ് സം സീസൺ. ഇപ്പം റെയിൻ കോട്ട്സ് അല്ലെങ്കിൽ അംബ്രല്ലാസ്, സ്കൂൾ ബാഗ്സ്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. സോ വാട്ട് ഇസ് ദർ ഇസ് എനി സീസണൽ വേരിയേഷൻസ് ഓർ seasonality factors that we want to know. So these are the market potential that we should focus. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജ്യൂസ്, മാംഗോ ജ്യൂസിൻ്റെ ഫാക്ടറിയാണെന്ന് വെച്ചോ. അപ്പോൾ മാംഗോ ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദ ടോട്ടൽ സീസൺസ്, എല്ലാ സീസണിലും കാണത്തില്ല. സോ ഹൗ ടു പ്രിസർവ് ഇറ്റ്, ഹൗ വി വിൽ അഡ്ജസ്റ്റ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സീസണൽ വേരിയേഷൻ നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ് നടത്തണം, ഗുഡ്സിന് സ്റ്റോക്ക് ചെയ്തേണ്ടി വരും അല്ലേ. ഷുഗർ ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഭാവിയിലേക്കായിരിക്കും. സോ വാട്ട് ആർ ദ തിങ്സ് വി ആർ ഗോയിങ് ടു ഡു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് പൊട്ടൻഷ്യലിൽ വരുന്നത്. സോ ജനറൽ ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ്, ദെൻ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊജക്റ്റ് features, specification, then third the market potential, then the fourth one is the capital cost and the source of capital. നമ്മുടെ ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാൻ, മെഷീനറി, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, പ്രൈമറി എക്സ്പെൻസസ്, അതെല്ലാം നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടാൻ പോകുന്നത്, അങ്ങനെയുള്ള മാറ്റേഴ്സ് എല്ലാം. So the sources which indicate the owner's fund together with the funds raised from financial institution. നമ്മൾ എന്തായാലും ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടാവും. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഓണേഴ്സ് തന്നെ ഇട്ടിരിക്കുന്ന ക്യാപിറ്റൽ ഉണ്ടാവും. അതേപോലെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന പ്രിഫറൻസ് ക്യാപിറ്റലും അതുപോലെ ഫ്രം ഡിബെഞ്ചേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ ക്യാപിറ്റൽ കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ മെൻഷൻഡ് ആയിരിക്കണം ഇൻ എ പ്രോജക്റ്റ് റിപ്പോർട്ട്. ദെൻ ദ അസസ്മെൻറ്റ് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അസസ്മെൻറ്റ് നടത്തണം. ദാറ്റ് ഇസ് ദ റിക്വയർമെൻറ്റ് ഫോർ ദ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദ സോഴ്സ് ഓഫ് സപ്ലൈ ഷുഡ് ബി ക്ലിയർലി ആൻഡ് കെയർഫുള്ളി മെൻഷൻ ഇൻ ദ പ്രൊജക്ട് റിപ്പോർട്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു പ്രിപ്പയർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഇൻ ദ പ്രിസ്ക്രൈബ് ഫോർമാറ്റ്. ഒരു ഷെഡ്യൂൾ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു അക്കൗണ്ട്സ് പോലെയുണ്ട്. അപ്പോൾ സോ വി ക്യാൻ പ്രിപ്പയർ ഇറ്റ്, വോട്ട് ആർ ദി കറണ്ട് അസറ്റ്സിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ, കറണ്ട് ലയബിലിറ്റീസിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻഡ് ആയിരിക്കണം. സോ ദിസ് വിൽ മിനിമൈസ് ഒബ്ജെക്ഷൻസ് ഫ്രം ദ ബാങ്കേഴ്സ് സൈഡ്. അപ്പോൾ ബാങ്കേഴ്സിലേക്ക് നമ്മൾ ഈ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ ദർ വിൽ ബി നോ ഒബ്ജെക്ഷൻ. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്ലിയർലി ആൻഡ് they will apply or they will approve our loan വേഗം തന്നെ approved ആവും without much rejections or objections. Then we want to require the economic and social variables. എന്തെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ഒരു ബിസിനസ്സിന് അല്ലേ. സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യണം, സൊസൈറ്റീനെ മോശപ്പെടുത്തുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, പ്രൊഡക്ഷൻ ചെയ്യാൻ പാടില്ല. സോ ദ കോസ്റ്റ് ഓഫ് കൺട്രോളിങ്, നമ്മൾ എൻവയോൺമെൻറ്റ് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ദാറ്റ് ഷുഡ് ബി മെൻഷൻ. ഇപ്പോൾ നമ്മളൊരു ഡൈ പ്ലാന്റ് ആണ് തുടങ്ങുന്നത്. ഡൈ എന്ന് പറയുമ്പോൾ ഇപ്പം കളർ ഡൈസിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് മിക്കവാറും അടുത്തുള്ള വാട്ടർ ബോഡീസിലേക്കായിരിക്കും നമ്മൾ ഒഴുക്കി വിടുന്നത്. സോ വി ഷുഡ് ഡു സംതിങ് പ്രിക്കോഷണറി ടു പ്രിവെൻറ്റ് ദ എക്കണോമിക് ഡാമേജ്, എൻവയോൺമെൻറ്റൽ ഡാമേജ്. ഇത് ഡൈ നമ്മൾ എൻവയോൺമെൻറ്റിലേക്ക് വാട്ടർ ബോഡീസിലേക്ക് ഇറക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സം ഓഫ് ദി ലൈഫ് ഫോണ ഫ്ലോറയൊക്കെയാണ് എഫക്റ്റഡ് ആവുന്നത്. അവിടുത്തെ പ്ലാന്റ്സും ആനിമൽസ് വിച്ച് ആർ ഫീഡിങ് ഓൺ ദ വാട്ടർ ബോഡീസ് വിൽ ബി എഫക്റ്റഡ്. അപ്പോൾ അതിന് പകരം നമ്മൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും ഇറക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. Then arrangement should be made for treating the effluents and emissions should be mentioned in the report. അതേപോലെ തന്നെ ഇത് സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ്, നമ്മളുടെ ഈ പ്രൊജക്റ്റ് വന്നുകൊണ്ട് എന്തെല്ലാം സൊസൈറ്റിക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എക്കണോമിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് ഇവിടെ സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഉണ്ടാവും? എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രൊഡക്ട്സും നമ്മൾ ഫോറിൻ കൺട്രിയിലേക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് ഇമ്പോർട്ട് കുറയ്ക്കാം. അങ്ങനെ നമ്മുടെ ഫോറിൻ കറൻസി സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ എമൗണ്ട് അത്രത്തോളം പുറം രാജ്യങ്ങളോട്ട് പോവുക, അത് കുറയ്ക്കാൻ പറ്റും.
then ancillation, export, then local resource utilization, development of area development ഉണ്ടാവും. ഒരു ഫാക്ടറി ഉണ്ടാവുന്നു, ഒരു കമ്പനി ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് കൂടുകയാണ്, ആ ഏരിയ തന്നെ ഡെവലപ്ഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ്, എക്കണോമിക് സോഷ്യൽ ബെനിഫിറ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, ദാറ്റ് ഷുഡ് ബി മെൻഷൻ. ദെൻ അതർ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ലൈക്ക് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് എവറി പ്രോജക്റ്റ് ഈസ് ടു മേക്ക് എ പ്രോഫിറ്റ്. ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റിട്രീവ് ദ entire investment during its life cycle. It is possible only when the products take up for production adequately profitable. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇറക്കുന്നു, അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷം നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല, മീഡിയം ആൻഡ് ലോങ് ടേം പ്രോഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം നമുക്ക് സെയിൽസ് റവന്യൂ കിട്ടും, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, നമ്മുടെ അലൈഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എങ്ങനെയാണ്, കോസ്റ്റ് ആണോ കൂടുതൽ അതോ പ്രോഫിറ്റ് ആണോ കൂടുതൽ, ഇത് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൂടെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. Then the projected balance sheet, the cash flow statement should also be prepared indicating the financial position. നമ്മളുടെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് ഒക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം. അതും നമ്മളുടെ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കൂടെ വേണം. ഇതാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Okay, next the project implementation. That is, every entrepreneur should draw an implementation scheme or a timetable for his project to ensure the timely completion of activities. ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുക എന്ന് വെച്ചാൽ തുടങ്ങി അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്, വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, എന്ന് തുടങ്ങും, എന്ന് തീർക്കും, എത്രത്തോളം റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യും, ഫിനാൻസ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാം വേണം. അതാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദ ഓൺട്രപ്രണർ ഷുഡ് പ്രിപ്പയർ എ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ. ഒരു ടേബിൾ ആ ഫോമിൽ തന്നെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ഈ ഡേറ്റിൽ ഈ ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇപ്പം ലാൻഡ് അക്വിസിഷൻ ഈ ഒരു ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി ഈ സമയത്തിനുള്ളിൽ, ബാങ്ക് ലോൺസ് കിട്ടുന്ന ഈ സമയത്തിനുള്ളിൽ, കൺസ്ട്രക്ഷൻ ഈ സമയത്തിനുള്ളിൽ, പവർ കണക്ഷൻ ഈ ടൈമിൽ, എന്നാണ് നമ്മൾ പ്ലാന്റിൻ്റെ മെഷീനറീസ് എല്ലാം വാങ്ങുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് എത്തുന്നത്, അങ്ങനെ എല്ലാത്തിനും ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതും ഒരു ടൈം ടേബിൾ പോലെ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളായിട്ട് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ വയ്ക്കണം. ആൻഡ് ഓൾസോ സിംപ്ലിസിറ്റി. എപ്പോഴും പ്രൊജക്ട് റിപ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലും സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു ടെക്നിക്കൽ പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരു എന്നാ മെട്രോ ട്രെയിൻസിൻ്റെ അതൊരു ടെക്നിക്കൽ പ്രൊജക്റ്റാണ്. സോ ദിസ് ടെക്നിക്കൽ പ്രൊജക്റ്റ് നീഡ് ടു ബി സാങ്ഷൻ ബൈ സം കൈൻഡ്സ് ഓഫ് ബാങ്ക്സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിനുള്ള അപ്രൂവൽ തരുന്നത്. സോ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ടേംസ് മെൻഷൻ ഇൻ ദ പ്രൊജക്റ്റ്. ഇതൊരു ടെക്നിക്കൽ പ്രൊജക്ട് റിപ്പോർട്ട് പോലെ ഉണ്ടാക്കിയ ഒരിക്കലും ഒരു ബാങ്കറിന് മനസ്സിലാവണമെന്നില്ല. സോ which is a project report which is to be understood by every people. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ജസ്റ്റിഫൈ ആൻഡ് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. സിംപ്ലിഫൈ കീപ്പിംഗ് all the essentials. Justify means supporting every statement with fact. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അതിനനുസരിച്ചുള്ള പ്രൂഫും വയ്ക്കണം. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ടാക്സിൻ്റെ കാണിക്കുന്നു, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൂഫ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ദെൻ ദ ക്വാണ്ടിറ്റി, എത്ര വെയിറ്റ്, എത്ര എമൗണ്ട്, എത്ര വോളിയം, അതെല്ലാം മെൻഷൻഡ് ആയിരിക്കണം. അപ്പം സിമ്പിൾ, ജസ്റ്റിഫൈ ആൻഡ് ക്വാണ്ടിറ്റി ബേസ്ഡിലായിരിക്കണം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി എസെൻഷ്യാലിറ്റി. എന്തൊക്കെയാണ് നമ്മൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ കണ്ടൻസ് എന്ന് പറഞ്ഞു. ഇനി വാട്ട് ആർ ദ റിക്വസിറ്റ്സ് ഓഫ് എ ഐഡിയൽ പ്രൊജക്ട് റിപ്പോർട്ട്? ഒരു നല്ല പ്രൊജക്ട് റിപ്പോർട്ടാണ്, ഐഡിയൽ ബെസ്റ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം? സോ ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്പേർട്ട് ടീം. പ്രൊജക്ട് റിപ്പോർട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു എക്സ്പേർട്ട് ടീമിൻ്റെ ആവശ്യമുണ്ടാവും. സോ ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ എൻ എക്സ്പേർട്ട് ടീം. ദെൻ ദ പ്രൊജക്ട് റിപ്പോർട്ട് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി പ്രോപ്പർ സർവേ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രിലിമിനറി സ്റ്റഡി ഓഫ് ദ പ്രൊജക്ട്. ഒരു പ്രോപ്പർ സർവേ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി സ്റ്റഡി ആ പ്രൊജക്റ്റിൻ്റെ മേലെ നടത്തിയിട്ടായിരിക്കണം നമ്മൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ. ദെൻ ദ അസംഷൻസ് ഇൻ ദ പ്രൊജക്ട് റിപ്പോർട്ട് ഷുഡ് ഓൾവേസ് അവോയ്ഡ് എക്സ്ട്രീമിറ്റീസ്. അസംഷൻസിൽ എക്സ്ട്രീം കണ്ടീഷൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കണം പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ ദ പ്രൊജക്ട് റിപ്പോർട്ട് ഇസ് ദ മീൻസ് ആൻഡ് നോട്ട് ദ എൻഡ്സ്. അതൊരിക്കലും ഒരു എൻഡ് എന്ന സോഴ്സിലായിരിക്കരുത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി എ മീൻസ്. Then project demand, the market, raw material availability, capital resources, labor resources must be estimated properly. എല്ലാ എസ്റ്റിമേഷനും പ്രോപ്പർ ആയിരിക്കണം, നമ്മളൊരു ഊഹത്തിനായിരിക്കരുത്. പ്രോപ്പറായിട്ട് നമ്മളുടെ ഒരു നല്ല കണക്കൂട്ടലായിരിക്കണം നമ്മുടെ ലേബർ ആണെങ്കിലും പ്രോജക്റ്റിൻ്റെ ഡിമാൻഡ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ഒക്കെ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് തറോ ഡിസ്കഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എക്സ്പേർട്സ് ബിഫോർ ഫൈനലൈസിങ് ദ പ്രൊജക്ട്. എക്സ്പേർട്സ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിലും എല്ലാവരും കൂടെ ഇരുന്ന് അതിനെപ്പറ്റി ഫൈനൽ ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമേ, തറോ ഡിസ്കഷന് ശേഷം മാത്രമേ ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ ഒരു പ്രൊജക്റ്റ്.
ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യാലിറ്റീസ് ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്? പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അതിൽ ഒന്നാണ് കോസ്റ്റ് ഓവറൺ. നമ്മളൊരു ബഡ്ജറ്റഡ് കോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു പൈസയിൽ നമ്മൾ തീർക്കും, ഈ ഷെഡ്യൂൾ ടൈമിൽ ഇത്ര കോസ്റ്റിൽ, ഇത്ര ബഡ്ജറ്റഡ് കോസ്റ്റിൽ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ സമയം കടന്നു പോകും. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദി എക്കണോമിക് കണ്ടീഷൻ. നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ നോക്കിയാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലോക്ക്ഡൗൺസ് വരുന്നു. അതെല്ലാം കൊണ്ട് നമ്മുടെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിലും അവൈലബിലിറ്റി ആണെങ്കിലും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആവുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ടൈം ഓവർ റൺ വരും. ഉദ്ദേശിച്ച ടൈമിനേക്കാളും മുന്നോട്ട് പോകും. ദാറ്റ് ഇസ് ടൈം ഓവർ റൺ. ദിസ് ടൈം ഓവർ റൺ വിൽ ലീഡ് ടു കോസ്റ്റ് ഓവർ റൺ. ടൈം കൂടി വരുന്നതിനനുസരിച്ച് കോസ്റ്റും കൂടി വരുമല്ലോ. സോ ദിസ് മീൻസ് വൺ ഓഫ് ദ പ്രോബ്ലം, ടൈം ഓവർ റൺ ആൻഡ് കോസ്റ്റ് ഓവർ റൺ. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെൻറ്റ് നീഡ് നോട്ട് ബി ഓൾവേസ് കറക്റ്റ് ഡ്യൂ ടു അൺറിയലിസ്റ്റിക് അസംഷൻ. നമ്മൾ പറഞ്ഞു അസംഷൻസ് എപ്പോഴും നമ്മൾ എക്സ്ട്രീമിറ്റി കൺസിഡർ ചെയ്യാതെ വേണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എക്സ്ട്രീമിറ്റീസ് കണ്ടീഷൻസ് നമ്മൾ എടുക്കാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെൻറ്റ് തെറ്റാകാം. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇത്രത്തോളം ചിലവുകളാണ് വരുത്തിയെന്ന് പറഞ്ഞത് ചിലപ്പോൾ ആവാതിരിക്കാം ഡ്യൂ ടു അൺറിയലിസ്റ്റിക് അസംഷൻസ്. ദെൻ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ സ്ട്രിക്റ്റ് സ്പെസിഫിക്കേഷൻ വിത്ത് റിഗാർഡ് ടു ദ സൈസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ലാൻഡ്. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില പ്രൊജക്റ്റിനൊക്കെ ഈ ഒരു സൈസിന്, ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പണിയാനാണ് ഒരു പ്രൊജക്റ്റ് എടുത്തതെങ്കിൽ കായലിൻ്റെ അടുത്താണെങ്കിൽ ഇത്രത്തോളം ഏരിയ വിട്ട് വിത്തിൻ 5 kilometers എങ്കിലും നമ്മുടെ കടലിൽ നിന്ന് മാറി മാത്രമേ ഒരു ബിൽഡിംഗ് പണിയാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ അങ്ങനെ പണിച്ചതിന് മാത്രമേ ചിലപ്പോൾ ബാങ്കുകൾ അപ്രൂവൽ കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ട്രിക്റ്റ് സ്പെസിഫിക്കേഷൻ ചിലപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യാം. ദെൻ ദ ഡിമാൻഡ് എ ലോട്ട് ഓഫ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ക്രെഡിറ്റ് ഈസ് ഗ്രാൻറ്റഡ്. അവർ പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. ലാൻഡിൻ്റെ പെർമിറ്റ്, വേറെ ആൾക്കാരുടെ NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ്, അടുത്തുള്ള ആൾക്കാരുടെ NOC വേണ്ടി വരും. അങ്ങനെ പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ചിലപ്പോൾ ആമ്പിൾ സപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാം. ദെൻ ദ വേരിയസ് ക്ലിയറൻസസ് ടു ബി ഒബ്റ്റെയിൻ ഫ്രം ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കോസ് സ്ട്രെയിൻ ആൻഡ് വേസ്റ്റേജ് ഓഫ് ടൈം എമംഗ് ദ ഓൺട്രപ്രണേഴ്സ്. ഇപ്പം പല ഗവൺമെൻറ്റിൻ്റെ പല സപ്പോർട്ടിനും അവരുടെ പല അപ്രൂവൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റേജ് ഓഫ് ടൈമും ഫേസ് ചെയ്യും. സോ ദീസ് ആർ ദ പ്രോബ്ലംസ് ഫേസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. Okay, so next one is the guidelines of the Planning Commission of India for the formulation of project report. ഇപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും അതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അത് നമ്മളുടെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതും പ്ലാനിങ് ചെയ്യുന്നതും ഒരു എക്സ്പേർട്ടിൻ്റെ കമ്മിറ്റിയാണ്. അതിനെയാണ് ഇവിടെ പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ദ ജനറൽ ഇൻഫർമേഷൻ. അപ്പം നമ്മുടെ ഇൻഡസ്ട്രി പ്രൊജക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ബേസ് ആയിരിക്കുമല്ലോ. ആ ഇൻഡസ്ട്രി ഏതിലേക്കാണ്, ആ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്തണം. അതേപോലെ ആ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ ഇൻഡസ്ട്രി പ്രയോറിറ്റി സെക്ടർ ആണോ, എന്നുവെച്ചാൽ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയാണ് നമ്മുടെ പ്രയോറിറ്റി സെക്ടർ. അതുപോലെ ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണോ, എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. സോ വി വോണ്ട് ടു നോ വാട്ട് ഇസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി, വാട്ട് ഇസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ, ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ, അലോക്കേഷൻ ഓഫ് ഫണ്ട്സ്, ചൂസ് ഓഫ് ടെക്നിക്. അപ്പം നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ടെക്നിക്സ് ആണ് ഇവിടെ ഉപയോഗിക്കാൻ പോണത് ഇൻഡസ്ട്രി പ്രോജക്റ്റിന് വേണ്ടി, ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ടാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഇസ് ദ പ്രിലിമിനറി അനാലിസിസ് ഓഫ് ദ ഓൾട്ടർനേറ്റീവ്സ്. പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും അല്ലേ. ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ട പല രീതികളുണ്ടാവും. ആ പ്രൊജക്റ്റിന് പകരം വേറെയും പ്രൊജക്റ്റുകളുണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു പ്രിലിമിനറി അനാലിസിസ് നമ്മൾ നടത്തിയിരിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനലൈസ് ചെയ്യുക. സോ വി വോണ്ട് ടു ഗെറ്റ് ദ ഡേറ്റ ഓൺ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദെൻ ദ ഡേറ്റ ഓൺ ദി അവൈലബിൾ കപ്പാസിറ്റി ഓഫ് ദ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്, മിനിമം കപ്പാസിറ്റി എന്താ. അതുപോലെ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ഇൻ ദ ഇൻഡസ്ട്രി, ഇതേ കപ്പാസിറ്റി കാണിക്കുന്ന വേറെ പ്രൊജക്റ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടോ. ദെൻ ദ ലെറ്റേഴ്സ് ഓഫ് ഇൻഡൻറ്റ് ഹാവ് ടു ബി ഇഷ്യൂഡ്. ഇന്ത്യൻ ലെറ്റേഴ്സ്, ഈ പ്രൊജക്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് പ്രൊജക്റ്റുകളെ പറ്റിയിട്ടുള്ള ലെറ്റേഴ്സ് ഓഫ് ഇൻഡൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ലിസ്റ്റ് ഓഫ് പ്രപ്പോസ്ഡ് പ്രൊജക്ട്സ്, ദെൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് ആൻഡ് ഓൾസോ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്. പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, പല രീതിയിലുള്ള പ്രൊജക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോഫിറ്റബിലിറ്റി, റേറ്റ് ഓഫ് റിട്ടേൺ, ദ ലിസ്റ്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ഇൻഡൻറ്റ്, ദ ലിസ്റ്റ് ഓഫ് ഓൾ പ്രൊജക്ട്സ്, ദ കപ്പാസിറ്റീസ് ഓഫ് ഓൾ ദ പാർട്ടീസ് ഓഫ് ഓൾ ദ പ്രൊജക്റ്റ്, ഇതെല്ലാം നമ്മൾ
ഒരു പ്രിലിമിനറി അനാലിസിസ് ആയിട്ട് നമ്മുടെ ഓൾട്ടർനേറ്റീവ്സിൻ്റെ എടുത്തിരിക്കണം. ദെൻ തേർഡ് വി വോണ്ട് ടു ഗീവ് ആ പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ. എന്ത് ടെക്നോളജിയാണ്, എന്ത് പ്രോസസ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ലൊക്കേഷന് പല ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു, എങ്ങനെ വേണം ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒപ്റ്റിമാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻവയോൺമെൻറ്റ് ഇഫക്ട്സ് നമ്മുടെ പ്രൊജക്റ്റ് കാരണം ഉണ്ടാകുന്നുണ്ടോ, നമ്മുടെ പോപ്പുലേഷനെയോ, അതേപോലെ വാട്ടർ, എയർ, ലാൻഡ്, ഫോണ, ഫ്ലോറ, അല്ലെങ്കിൽ പീപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആന്ത്രോപ്പജനിക് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നുണ്ടോ, വല്ല വോൾക്കാനോസോ അതിന് വല്ല പ്രോംപ്റ്റ് ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ചില പ്രൊജക്റ്റ് കൊണ്ട്. ഇപ്പോൾ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡാം കൺസ്ട്രക്ഷനൊക്കെ ചിലപ്പോൾ വോൾക്കാനിക് ഇറപ്ഷന് കാരണമാവും എന്നൊക്കെ പറയും. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം വോൾക്കാനിക് ഡിസ്ട്രപ്ഷൻസോ അല്ലെങ്കിൽ ഇറപ്ഷൻസോ ഒന്നും സംഭവിക്കാത്ത ലൊക്കേഷൻസിലും അതുപോലത്തെ മോഡിലൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ എത്രത്തോളം നമുക്ക് റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട്, റോ മെറ്റീരിയൽസ് ആണെങ്കിലും വാട്ടർ, പവർ, എവറി ടൈപ്പ് ഓഫ് റിസോഴ്സസ് ദാറ്റ് വി റിക്വയർഡ്. HR റിസോഴ്സ് ഉണ്ടാവും, ദെൻ ട്രാൻസ്പോർട്ട് കോസ്റ്റുകൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓർ വി വോണ്ട് ടു ഗെറ്റ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പ്രൊജക്റ്റ് ആസ് എ ഹോൾ. ദെൻ വി വോണ്ട് ടു ഹാവ് എ മാർക്കറ്റിംഗ് പ്ലാൻ. നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, മാർക്കറ്റ് ചെയ്താലും നമുക്കതിൽ നിന്ന് റവന്യൂ കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിനെ പറ്റിയിട്ടുള്ളൊരു ഡേറ്റ, നമ്മൾ ഏത് ഏരിയയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഏരിയാസിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കിട്ടും, അതിനുവേണ്ടി നമുക്ക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ റിസോഴ്സസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെത്തേഡ് എന്താ ഉപയോഗിക്കാൻ പോണേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മാർക്കറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നമ്മുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റേഴ്സ് ആരാ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇതെല്ലാമാണ് മാർക്കറ്റിംഗ് പ്ലാൻസിൽ നമ്മൾ കൊടുക്കേണ്ടത്. സോ നെക്സ്റ്റ് ഇസ് ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആൻഡ് ദ കോസ്റ്റ്. നമുക്ക് എത്രത്തോളം ക്യാപിറ്റൽ വേണം, എത്രത്തോളം റിക്വയർമെൻറ്റ് ഉണ്ട്, അതിനനുസരിച്ച് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ, എല്ലാം പ്രോപ്പർ ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കണം, എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി എക്സ്ട്രാ കോസ്റ്റുകൾ വേണമെങ്കിൽ അതിനുള്ള സ്പേസ് വിട്ടേക്കണം. ദെൻ ഓപ്പറേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റിന് വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം റിക്വയർമെൻറ്റ് വരുന്നുണ്ട്, റോ മെറ്റീരിയൽസിൻ്റെ, ഇൻ്റർമീഡിയറീസിൻ്റെ, ഫ്യൂവൽ ആൻഡ് യൂട്ടിലിറ്റീസിൻ്റെ, ദെൻ ലേബർ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇതിനൊക്കെ നമുക്ക് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ ഇതുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ വി ഷുഡ് ഹാവ് എ ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മുടെ പ്രൊജക്റ്റ് വയബിൾ ആണോ ഫിനാൻഷ്യലി. നമ്മളിപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും, ഇതുപോലെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണ റവന്യൂ, ഇത്രത്തോളം ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, ഇത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും. എന്നാൽ ഇത് ഭാവിയിലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ കിട്ടുന്ന ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ നടത്തണം. ഓക്കെ, അതേപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടതാണ് ഒരു എക്കണോമിക് അനാലിസിസ്. നമ്മുടെ ഈ ഇൻഡസ്ട്രി കൊണ്ട് നമുക്ക് സോഷ്യലി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, സോഷ്യലി പ്രോഫിറ്റബിൾ ആണോ ഈ ഒരു പ്രൊജക്റ്റ്, നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടിയും അതുപോലെ ലേബേഴ്സിന് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ ബെനിഫിറ്റ്സാണ്, അത് എത്രത്തോളം കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ ഗൈഡ് ലൈൻസ് ആയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ആർ ദ മേജർ ഗൈഡ് ലൈൻസ് ഗിവൺ ബൈ ദ Planning Commission? The general information in which we want to have the information about the industry, the role of public sector, etc. Then about the preliminary analysis of the alternatives. നമ്മൾ ഈ പ്രൊജക്റ്റിന് പകരമായിട്ട് ഉണ്ടാവുന്ന പ്രൊജക്റ്റുകൾ അതിൻ്റെ അനാലിസിസ് വേണം, നമ്മളുടെ പ്രൊജക്റ്റിനുള്ള റിസോഴ്സസുകളുടെ അനാലിസിസ് വേണം എല്ലാം. Then project description, marketing plan, what are the marketing technology that we are going to adopt, how we will identify the potential customers, etc. we want to identify. Then the capital requirement and the operating requirement and their cost. Then financial analysis and economic analysis. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗൈഡ്ലൈൻസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ്, ഒരു ഐഡിയൽ പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ്, അതുപോലെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിന് പകരം നമ്മൾ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ വിത്ത് ദിസ് യുവർ സബ്ജക്റ്റ് ഈസ് കംപ്ലീറ്റ്. നമ്മുടെ ഓൺടർപ്രീനർഷിപ്പ് സബ്ജക്റ്റ് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഇത് പഠിച്ചേക്കുക. ഞാൻ എന്തൊക്കെയാണ് എക്സാം പോർഷൻസ് വരാമെന്നുള്ളത് നിങ്ങളിലേക്ക് അറിയിച്ചേക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.